ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ഡൽഹിയിൽ നാരി ശക്തി മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ പ്രതിഷേധത്തിൽ 10,000-കണക്കിന് സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. ഗൗതമും ജിഷ്ണുകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഗൗതത്തിലേക്ക് പോവുകയാണ്. ഗൗതം, കൃത്യമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ബംഗ്ലാദേശ് കലാപത്തിൽ നമ്മൾ കണ്ടത്. ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് സ്ത്രീകളെ അടക്കമുള്ളവരെ ആക്രമിക്കുന്ന രീതി, ഇതിൽ രാജ്യത്ത് ആകമാനം പ്രതിഷേധം ഇരമ്പുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടത്. ഇപ്പോൾ സ്ത്രീകളാണ് ഈ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ 10,000-കണക്കിന് സ്ത്രീകൾ പറയുന്നു. ഒറ്റ വാക്യത്തിൽ അവർക്ക് പറയാനുള്ളത് സംരക്ഷണം നൽകണം, ഹിന്ദുക്കളെ സംരക്ഷിക്കണം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം, അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു കാര്യം. ഇതിൽ ഇടപെടണം, ഭാരതം ഇടപെടണം. അതുപോലെ തന്നെ മൗനം പാലിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരടക്കം ഒന്നടങ്കം ഇടപെടണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. രജനി, അതുതന്നെയാണ് സാംസ്കാരിക പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന മൗനം. ആ മൗനം വളരെയധികം പ്രതിഷേധാർഹമാണ്, ഒപ്പം അപകടകരമാണ്. കാരണം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പാലസ്തീന്റെ പേരിൽ പ്രതിഷേധം നടത്തുന്ന ആളുകൾ ആരും തന്നെ, അത്തരം സാംസ്കാരിക പ്രവർത്തകരാരും തന്നെ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെയൊക്കെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന അക്രമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മറ്റു പല താല്പര്യങ്ങളും അതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇത് മൗനജാഥ എന്ന നിലയിലാണ്. ഇപ്പോൾ മുഖം മൂടി കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന അമ്മമാരെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാര്യമായ ഈ മുദ്രാവാക്യങ്ങളില്ല. സാധാരണ പ്രകടനങ്ങളിൽ നമുക്കറിയാം വലിയ മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇത്തരം പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. ആരും കാര്യമായി സംസാരിക്കാതെ നിശബ്ദമായി നിന്നുകൊണ്ട് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ മരണപ്പെട്ട പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയും ഒപ്പം ഈ അക്രമത്തിനെതിരെ അവിടെ നിന്നുകൊണ്ട് തന്നെ, അവരുടെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ പോരാടുന്ന മറ്റ് ഹൈന്ദവ സഹോദരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇത്തരം ഒരു മൗനജാഥ ഇപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും ഇത് ബംഗ്ലാദേശിലെ ഭീകരവാദികൾക്കുള്ള ശക്തമായ താക്കീതാണ്. ഇന്നലെ ചെങ്കോട്ടയിൽ 78ാമത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന ഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ശക്തമായ താക്കീത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ അക്രമം നടത്തുന്ന ആളുകൾക്ക് നൽകിയിരുന്നു. അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നത് സംബന്ധിച്ചുള്ള പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നാരി ശക്തി മാർച്ച് എന്ന പേരിൽ മണ്ഡി ഹൗസിൽ നിന്നും ഇപ്പോൾ ജന്തർ മന്ദർ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മാർച്ച് നടക്കുന്നത്. നമുക്കറിയാം, ധാരാളം കൊടികൾ ഉയർത്തിപ്പിടിച്ച് സനാതന ധർമ്മത്തിന്റെ പ്രതീകമായ, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, ഭാരതത്തിന്റെ ദേശീയതയുടെ പ്രതീകമായ കാവിക്കൊടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭാരതത്തിന്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തിന്റെ തെരുവുകളിൽ ഈ ജിഹാദി ശക്തികൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബംഗ്ലാദേശിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. കാരണം അവിടുത്തെ ഹിന്ദു ജനസംഖ്യ കൂട്ടത്തോടെ തകരുന്നതും, അല്ലെങ്കിൽ 947 മുതൽ ഇങ്ങോട്ടുള്ള ഹിന്ദു ജനസംഖ്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഹിന്ദു സമൂഹത്തിന് നേരെ എത്രത്തോളം പീഡനം നടക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയൊരു വിഭാഗം മതന്യൂനപക്ഷം അവിടെ മതം മാറി മറ്റു മതങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. കാരണം ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകളെ കൊലപ്പെടുത്തി. അതോടൊപ്പം തന്നെ മറ്റു ചിലർ കൂട്ടപലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഭാരതം പോലുള്ള രാജ്യങ്ങളിലേക്ക് അഭയം തേടി ഇവിടേക്കെത്തി. അങ്ങനെയാണ് ഈ ഹിന്ദു ജനസംഖ്യയിൽ വലിയ തോതിലുള്ള ഇടിവ് നമുക്ക് ബംഗ്ലാദേശിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാരീശക്തി സംഗമം ഇപ്പോൾ ഈ ജന്തർ മന്ദർ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. അല്പസമയത്തിനകം ജന്തർ മന്ദറിലേക്ക് എത്തും. അവിടെയും ഒരു പൊതുസമ്മേളനമുണ്ട്. ഈ നാരീശക്തി സംഗമത്തിന് നേതൃത്വം നൽകുന്ന ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ അവിടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ ഈ ബാനറുകളും പിടിച്ച മൗനമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാധാരണ പ്രതിഷേധത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകടനങ്ങൾ വിളിക്കാതെ വാ മൂടിക്കെട്ടിയും, അതല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം ഈ പ്ലക്കാർഡുകളിലും മറ്റും എഴുതി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനത്തിനാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് JNUവിൽ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം ഉയർന്നപ്പോഴും ഈ നുപുർ ശർമ്മ ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ നടത്തിയതിന്റെ പേരിലും നടന്നുകൊണ്ടിരിക്കുന്ന
അന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ രാജ്യതലസ്ഥാനത്ത് ദേശീയ സംഘടനകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഡൽഹിയുടെ തെരുവുകളിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ജനപങ്കാളിത്തം ഈ ഒരു പ്രതിഷേധ മാർച്ചിനകത്തുണ്ട് എന്നുള്ളതാണ്. മൗനജാഥയായാണ് ഇപ്പോൾ നാരീശക്തി മാർച്ച് നടക്കുന്നത്. ജന്തർ മന്ദർ ലക്ഷ്യമാക്കിക്കൊണ്ട് മൗനം പാലിച്ച് വാ മൂടിക്കെട്ടിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രതിഷേധം പ്ലക്കാർഡുകളിൽ എഴുതി വെച്ചും അതോടൊപ്പം ഭാരതത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും പ്രതീകമായ കാവിക്കൊടി ഓമോടുകൂടിയ കാവിക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ നാരീശക്തി മാർച്ച് ജന്തർ മന്ദർ ലക്ഷ്യമാക്കി പോകുന്നത്. ഇതിന്റെ ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഇതിന്റെ ഒരു ഭാഗം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മണ്ഡി ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അമ്മമാരും അതോടൊപ്പം തന്നെ സഹോദരിമാരും വ്യത്യസ്ത മേഖലകളായി തിരിച്ചാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒറ്റ നിരയായി അതായത് ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡൽഹി നഗരത്തിൽ വലിയ ട്രാഫിക് ബ്ലോക്കുകളും ജനജീവിതം സ്തംഭിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവർക്ക് ഓരോ റോഡുകൾ സംഘാടകർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ റോഡുകളിലൂടെയാണ് ഈ നാരീശക്തി മാർച്ച് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ മുൻനിരയിൽ കാണാം ധാരാളം സ്ത്രീകൾ വലിയൊരു ബാനറിന് പിന്നിലായി നാരീശക്തി മാർച്ച് എന്നെഴുതിയിരിക്കുന്ന വലിയ ബാനറിന് പിന്നിലായി അണിനിരക്കുന്നു. വളരെ പ്രായം ചെന്ന അമ്മമാർ മുതൽ കൊച്ചു പെൺകുട്ടികൾ വരെ ഈ ഒരു നാരീശക്തി മാർച്ചിന്റെ ഭാഗമാകുന്നു. സ്റ്റോപ്പ് വയലൻസ് ടെററിസ്റ്റ് ദളിത് കമ്മ്യൂണിറ്റി ഇൻ ബംഗ്ലാദേശ് തുടങ്ങിയ ബോർഡുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഹിന്ദി ഭാഷയിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം ബോർഡുകളും ഒപ്പം കാവിക്കൊടികളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം വേദിയാകുന്നത്. രജനി.